പക്ഷേ ലവ് ജിഹാദ് എന്നത് ഇല്ല എന്നാണ് കേന്ദ്രമടക്കം ഇന്ത്യ അടക്കം കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പേര് വെച്ച് കളിക്കല്ലേ. ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു, ലോക്സഭയിൽ പറഞ്ഞു. കേരളത്തിൽ ലഹരി മാഫിയ ഉണ്ടോ എന്ന് നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ പിണറായി വിജയൻ ഇല്ല എന്ന് ഉത്തരം കൊടുക്കും. കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ച് ആരും നടക്കുന്നില്ല. പക്ഷേ ഈ ഏർപ്പാടുണ്ട് എന്ന് 14-ൽ 13 ജില്ലാ സൂപ്രണ്ടുമാർ കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ അമ്മ കരയുന്നു, എന്റെ മകൾ പോയി അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്നു ജയിലിൽ, അവളെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊന്നും നടന്നിട്ടില്ല എന്നാണോ? കേരളത്തിൽ നിന്ന് IS-ലേക്ക് 5 പേരെങ്കിൽ 5 പേര് പോയിട്ടുണ്ടോ? ഞാൻ പറയുന്നതല്ല, കോടതിയിൽ NIA അടക്കം റിപ്പോർട്ട് കൊടുത്തതും പാർലമെന്റിൽ BJP തന്നെ മന്ത്രി പറഞ്ഞതും ഇങ്ങനൊരു സംഭവം ഇല്ല എന്നാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പറഞ്ഞുണ്ടല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദികളെല്ലാം പാവങ്ങളാണെന്നും കൊള്ളാവുന്നവരാണെന്നും അത് വല്ല ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ട് പറയിക്കാം. പക്ഷേ ഈ സിനിമ ഇത് എക്സാജറേറ്റ് ചെയ്ത് ഇത് വലിയൊരു സംഭവമായിട്ട് കേരളം ഇതിന്റെ ഒക്കെ കേന്ദ്രമായിട്ട് ചിത്രീകരിക്കുന്നു. ഇതിന്റെ ഒരു കേന്ദ്രമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ആക്ടിവിറ്റി നടക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കേന്ദ്രമായിരുന്നില്ലേ കേരളം? ആരെങ്കിലും സമ്മതിച്ചിരുന്നോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് കേരളം എന്ന് പറഞ്ഞപ്പോ? സരസ്വതി എന്താ തുണിയില്ലാതെ നടക്കുകയായിരുന്നു എപ്പോഴും. MF ഹുസൈൻ സരസ്വതി നഗ്നയാക്കി വരയ്ക്കാനായിട്ട്. അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ഹര ഹരോ ഹര. ദ കേരള സ്റ്റോറി തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കവേ വിവാദങ്ങൾ ഒഴിയുന്നില്ല. കേരളത്തിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയാണ് എന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലാ ഈ കഥയൊന്ന് മുന്നോട്ട് കൊണ്ടുപോവാ. ഇപ്പോ പക്ഷേ ഈ പറയുന്ന വാദം മുഖവിലേക്കെടുക്കുക. സംഘപരിവാർ പ്രൊപ്പഗാൻഡ ആണ് എന്ന് തന്നെ വയ്ക്കുക. എന്താ സംഘപരിവാറിന് പ്രൊപ്പഗാൻഡ നടത്തിക്കൂടെ? കുറെ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ട്. അവർക്കും പ്രൊപ്പഗാൻഡ നടത്താം. സംഘപരിവാറിന് എതിരായിട്ടും പ്രൊപ്പഗാൻഡ നടക്കുന്നില്ലേ? അവർക്കും നടത്താം. അതാണ് അതിന്റെ ഒരു ലൈൻ. അതുകൊണ്ട് പ്രൊപ്പഗാൻഡയാണ് എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഒരു സിനിമ നിരോധിക്കാനൊന്നും ആർക്കും അവകാശമില്ല. അങ്ങനെ ആ വഴി അടഞ്ഞു. അതേസമയം ബഹിഷ്കരണ ആഹ്വാനം ഉണ്ടല്ലോ, ഞാൻ അതിനെയും സ്വാഗതം ചെയ്യുന്നു. ഇത് മോശമാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വികൃതമാകും, അതുകൊണ്ട് നിങ്ങൾ ഇത് കാണരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്താൻ ആർക്കായാലും അവകാശമുണ്ട്. കാണണം എന്ന് പറയുന്നത് പോലെ കാണരുതേ എന്ന് അപേക്ഷിക്കാനും പ്രൊപ്പഗാൻഡ നടത്താനും ഒക്കെ അവകാശമുള്ള നാടാണ് നമ്മൾ. അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നവർ ബഹിഷ്കരിക്കുന്നത്. ഓ പിന്നെ സഖാവിന്റെ ഒരു ബഹിഷ്കരണം പോയി പണിയെടുക്കണോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ബഹിഷ്കരിക്കും. സോറി സാർ. ഒരു സഖാവ്. നിരോധനം എന്ന് പറയുന്നത് വേറൊന്നാണ്. നിരോധനം മറ്റൊരാളിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനും പോവും. ബഹിഷ്കരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഞാനൊരു സിനിമ കാണുന്നില്ല, ഞാൻ അയൽവക്കക്കാരോടും പറയും നിങ്ങളും കാണല്ലേ, മോശം സിനിമയാണ് എന്ന് പറയുന്നു. സ്വാഭാവികം. അത് ഈ ഇത്തരം സിനിമകൾ മാത്രമല്ല, സാധാരണ സിനിമയ്ക്ക് പോലും നമ്മൾ പറയാറുണ്ട്, അയ്യോ മഹാ തല്ലിപ്പൊളിയാണ്, വെറുതെ കാശ് കളയണ്ട, പോകണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിരോധനം പാടില്ല. കുറെ സദാചാരക്കാർ ഇറങ്ങിക്കോളും. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ. ഇനി വാടാ നമ്മുടെ നാട്ടിൽ നമ്മളോട് കളിക്കാൻ പുല്ലന്മാര്. അതുകൊണ്ട് ഇതേ ചൊല്ലി അനാവശ്യമായിട്ട് ബഹളം വെക്കുന്നതിൽ ഒരു കഥയുമില്ല. ബാക്കി രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പലരും പല രീതിയിലൊക്കെ പറയുന്നു. ഞങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രൊപ്പഗണ്ട അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ സിനിമയുടെ മറ്റു കണ്ടന്റിന്റെ ചോദ്യം ചെയ്യാനും കഴിയില്ലായിരിക്കാം. പക്ഷേ വേറെ എന്താണ് പ്രശ്നം? ഇതിന്റെ അകത്ത് വസ്തുതവിരുദ്ധമായി, അതായത് ദി കേരള എന്ന കേരളത്തിന്റെ കഥ എന്ന പേരിൽ ഇറങ്ങുന്ന ഈ ചിത്രം, അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന്റെ പ്രമേയമാക്കി എടുത്തിരിക്കുന്നത്. അതും ബേസ്ഡ് ഓൺ മെനി ട്രൂ സ്റ്റോറീസ് എന്ന ടാഗ് ലൈനോട് കൂടിയാണ്. അത് വസ്തുതകളാണ് എന്ന് അതിന്റെ സംവിധായകനടക്കം പിന്നീട് മറ്റ് യൂട്യൂബ് ചാനലിനടക്കം നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നതിൽ എന്തുവാ തെറ്റുള്ളത്? പ്രത്യേകിച്ചും IS റിക്രൂട്ട്മെന്റ് കൂടുതലായിട്ടും കേരളത്തിൽ നടക്കുന്നു. 32,000 പേരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്ന് പറയുകയും അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചില ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ അടക്കം വാചകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയാട്ടവർക്കാണോ കേസ്? അത് ആ സംവിധായകനടക്കം പറയുന്നു, ഇത് യഥാർത്ഥ വസ്തുതയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല എന്ന് നിൽക്കെ എന്നാരോട് പറഞ്ഞു? വേറെ ആരോ പറഞ്ഞു കേട്ടതാ. അങ്ങനെ ഒരു ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതിനകത്ത് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രീയ ലക്ഷ്യം ഈ സിനിമയ്ക്കുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ അല്ല, പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് വയ്ക്കുക, അതിൽ തെറ്റെന്താ? വസ്തുതവിരുദ്ധമായ കാര്യങ്ങൾ
ഈ സിനിമ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ആരോപിക്കുന്നത്. 32,000-ഓളം പേര് IS റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഒരു കണക്കായിട്ട് പറയുന്നു. അത് തെറ്റായ വസ്തുതയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ കൊള്ളാം അതിന് ശരി പുളിക്കും. വക്കീല് കണ്ടോ ആരാരെ പൂട്ടുവന്നു. ആ വസ്തുത തെറ്റാണെന്ന് തന്നെ വെക്കുക. വാദത്തിന് ഞാൻ സമ്മതിക്കാം, അത് അങ്ങനെയൊന്നും അല്ല. എന്നാലും വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ആ സിനിമയിലുണ്ട്. ഉണ്ടെങ്കിൽ എന്താ? എല്ലാ സിനിമയിലും വസ്തുതയാണോ? MGR-ഉം പ്രേം നസീറും ഒക്കെ 50 പേരെ ഒറ്റയ്ക്ക് ഇടിച്ച് താഴെയിടുന്നത് വസ്തുതയാണോ? അത് സിനിമയാണെന്നേ. ഒരു വസ്തു അറിഞ്ഞൂടാ. അത് പറഞ്ഞതുപോലെ സിനിമയാണ്. പക്ഷേ ഇതിന്റെ ടീസർ അടങ്ങിയ ഘട്ടത്തിൽ ഇതൊരു യഥാർത്ഥ സംഭവമാണ് എന്ന രീതിയിൽ ഇതിന്റെ ചില പോസ്റ്റുകൾ വാട്സപ്പിലടക്കം സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു. അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് എന്നുള്ള രീതിയിൽ ഈ ടീസറിലെ 1-2 ഭാഗങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടിരുന്നു. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ അപ്പോൾ അത്രമാത്രം ഗുരുതരമായിട്ടൊരു പ്രശ്നമായിട്ട്, അതായത് കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവമാണ് എന്ന രീതിയിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് കാണുകയും ഭരണ പ്രതിപക്ഷ നേതാക്കളടക്കം കേരളത്തിൽ ഇത് പ്രതിഷേധമുയർത്തുകയും ഇത് ഇവിടെ പ്രദർശിപ്പിക്കരുത് എന്ന ആവശ്യം ഉയർത്തുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നീ വിചാരിക്കുന്നതനുസരിച്ചല്ല ലോകകാര്യങ്ങൾ നീങ്ങുന്നത്. ഈ കേരളത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ആ ഒരു വസ്തുത നിലനിൽക്കുമ്പോ അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുകയോ അതിനെ എടുത്തു കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന സിനിമയും കലാസൃഷ്ടികളും ഒക്കെ ഉണ്ടാകും. അതിന്റെ മിടുക്ക് തന്നെയാണ്, അസൂയപ്പെട്ടത് കാര്യമില്ല. സമൂഹത്തിലുണ്ടാകുന്ന സാധനത്തിന് കുറച്ചൊരു അതിശയോക്തിയൊക്കെ കലർത്തിയാണ് സാഹിത്യത്തിൽ എഴുതുന്നത്. സാഹിത്യം കാണിക്കുന്നതും അങ്ങനെയാണ്, സിനിമ കാണിക്കുന്നതും അങ്ങനെയാണ്. അതിൽ ഒരുപാട് അതിശയോക്തി ഉണ്ടാകും. ശരിയല്ലേ? ഞാൻ പറയുന്നത് ഇപ്പോഴും ഒരു സിനിമയിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. ഒരു സിനിമ വെച്ച് പ്രൊപ്പഗാൻഡ നടത്തുന്നതിൽ തെറ്റില്ല. എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു ഇങ്ങനെ. ഞാൻ പറയട്ടെ, ഈ ലാൽ സലാം, പുന്നപ്രവയിലാർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വൺ സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടില്ലേ? ആരെങ്കിലും അത് നിരോധിക്കണമെന്നോ പിടിക്കണമെന്നോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇതിനെ ചൊല്ലി മുഖ്യമന്ത്രിക്കൊക്കെ ഒരു വെപ്രാളം എന്താണ്? ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ ആത്മവിശ്വാസം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. സിനിമ കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്താണ്? അത് ഈ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ വീണ്ടും ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ചയ്ക്കിടുന്നത് എന്തുകൊണ്ടാണ്? നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു വിഷയം, ഇത്തരം ഒരു പ്രമേയം ഒരു സിനിമയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്ത് സംഘപരിവാറിന്റെ അജണ്ട സംശയിക്കപ്പെടുന്നത് ഈ പറയുന്ന ഘടകങ്ങൾ കൂടി കേരളത്തിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്. അതെ, ഓരോ പാർട്ടികളോ സംഘടനകളോ അവരുടെ താല്പര്യങ്ങൾ ഒരു സിനിമയിലൂടെ കൊണ്ടുവന്നാൽ തെറ്റെന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. ഇത് പ്രൊപ്പഗാൻഡയാണ് ആണെന്ന് വയ്ക്കുക. തെറ്റെന്താണെന്നതിൽ ഇത് നാട്ടിൽ പ്രൊപ്പഗാൻഡ നടത്തിക്കൂടെ? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ കണ്ടാൽ മതിയെന്ന്. പിണറായി വിജയൻ പ്രസംഗിക്കുന്നു, മോഹൻദാസിന് പിണറായി വിജയനെ ഇഷ്ടമല്ല. മോഹൻദാസ് ആ പ്രസംഗം കേൾക്കാൻ പോവില്ല. അല്ല, പിണറായി വിജയൻ പ്രസംഗിക്കരുതെന്ന് പറയാൻ മോഹൻദാസിന് എന്താ കാര്യം? അല്പം കൂടി വെള്ളം. മോഹൻദാസിന് വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കണ്ടെന്ന് ആ പ്രസംഗം. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വെച്ച് കൊണ്ടുപോയോ? കുട്ടി മിണ്ടുന്നില്ല. പിണറായി വിജയന് രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഉണ്ട്. മോഹൻദാസിന് വേറെ രാഷ്ട്രീയം ഉണ്ടാവാം. മോഹൻദാസിന്റെ രാഷ്ട്രീയം നടത്തട്ടെ, പിണറായിയുടെ രാഷ്ട്രീയം നടത്തട്ടെ. ഇതല്ലേ ജനാധിപത്യത്തിൽ നടക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആരാരെ പൂട്ടി? അതല്ല, കുറച്ചു പേര് ഒന്നും മിണ്ടാൻ പാടില്ല. ഞാൻ പറയുന്ന നരേറ്റീവ്, ഞാൻ വിചാരിക്കുന്ന കേരളം. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ വില? മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. കേരളത്തെ പറ്റി അക്ഷരം വേണ്ടി പോരുത്. ഇതെന്താ നിങ്ങൾ വിചാരിക്കുന്നത്? കേരളം സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞാൽ എല്ലാരും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നോ? അതൊന്നും നടക്കുന്ന കേസല്ല. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. കുറെ തമ്പുരാക്കന്മാർക്ക് മാത്രമായിട്ട് അഭിപ്രായം റിസർവ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പോയി. എന്നെ കടന്നുപോയി. എടോ, ആരോഗ്യം വെച്ചടോ സജി, അതൊക്കെ പണ്ട് വരക്കാലത്ത് കേട്ടാ. ഇപ്പൊ എല്ലാ സാധാരണക്കാരനും അവന്റെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഇപ്പൊ ഈ സിനിമ ഉണ്ടല്ലോ, പിണറായി വിജയൻ നിരോധിക്കാൻ വേണമെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് നിരോധിക്കാം. ഈ ഗുരുവിന് തിരുപ്പതിയായി. ഈ സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരും, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലൂടെ വരും. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ നിസ്സഹായരാണ്, വെറുതെ വാചകമടിക്കുകയാണ്. നീയൊക്കെ ഒരു അശുവാണ്. ഒരു കാര്യം ഞാൻ പറയാം.
ഈ പറഞ്ഞ ജിഹാദി ശക്തികൾ കേരളത്തിലുണ്ട് ഇല്ലേ? ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ? കഴിഞ്ഞ ദിവസം ട്രെയിൻ തീ വയ്ക്കാൻ ഒരു ശ്രമം നടന്നില്ലേ? കേരളത്തിൽ നിന്ന് IS-ലേക്ക് 5 പേരെങ്കിൽ 5 പേര് പോയിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതിരിക്കാൻ. അവരെ പ്രണയക്കിണിയിൽ പെടുത്തിയതല്ലേ? ഇന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ഈ സംഭവങ്ങളൊക്കെ ഒന്നും നടന്നിട്ടില്ല. ഇവനെ രക്ഷിക്കാൻ വേണ്ടി നീ എത്ര കള്ളം പറഞ്ഞാലും സാധിക്കില്ല. കാരണം സത്യം ഈശ്വരന്, അതിനെ മറവിയാൻ ആർക്കും സാധിക്കില്ല. കേരളം പക്ഷേ ലവ് ജിഹാദ് എന്നത് ഇല്ല എന്നാണ് കേന്ദ്രമടക്കം NIA അടക്കം കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അത് എന്താ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ലഹരി മാഫിയ ഉണ്ടോ എന്ന് നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ പിണറായി വിജയൻ ഇല്ല എന്ന് ഉത്തരം കൊടുക്കും. കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ച് ആരും നടക്കുന്നില്ല. ലഹരി ഇവിടെ കിട്ടും, MDMA കിട്ടും എന്ന് പറഞ്ഞൊരു കടയുണ്ടോ കേരളത്തിൽ? ഇല്ല. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ കേരളത്തിൽ ലഹരി നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. ആ ബോർഡും വെച്ച ഒരു സംഘടനയും ഇല്ല. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ ഈ ഏർപ്പാട് നടക്കുന്നുണ്ട്. NIA അതും പറയുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 4 കേസുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഭാവമുള്ളത് എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത്. പക്ഷെ ലവ് ജിഹാദ് എന്ന് പേരെടുത്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. റോമിയോ ജിഹാദ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് കേരളത്തിലെ പോലീസുകാർ കേരള ഹൈക്കോടതിക്ക് കൊടുത്തതാണ് 2009. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ എനിക്കറിയാം. ലവ് ജിഹാദ് എന്നോ റോമിയോ ജിഹാദ് എന്നോ ഒക്കെ കേൾക്കാം എന്നുള്ളതല്ല, അത് അങ്ങനെ ഒരു സംഘടന നിലവിലില്ല. പക്ഷെ ഈ ഏർപ്പാടുണ്ട് എന്ന് 14-ൽ 13 ജില്ലാ സൂപ്രണ്ടുമാര് കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. അറിയില്ലല്ലേ? അറിയാത്ത കാര്യങ്ങൾ പറയരുത്. അതായിരുന്നു KT ശങ്കരന്റെ ജഡ്ജ്മെന്റിൽ. ആ റിപ്പോർട്ടുകളൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം ജഡ്ജ്മെന്റ് എഴുതിയത്. അതുകൊണ്ട് ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്ന് ഞാൻ പറയുള്ളൂ. നിന്നെ പോലെ പറഞ്ഞോണ്ടല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദികളെല്ലാം പാവങ്ങളാണെന്നും കൊള്ളാവുന്നവരാണെന്നും അവർ ഒരു പോക്കർത്തരവും നാട്ടിൽ നടത്തുന്നില്ലെന്നും. എന്തൊരു നല്ല സ്വഭാവ, നന്നായി. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ ചെവിക്ക് പിണറായി വിജയൻ പിടിക്കും എന്നൊക്കെയുള്ള അത് വല്ല ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ട് പറയിക്കാം. നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. അല്ല, അത് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. കാരണം അതൊക്കെ പച്ചക്കള്ളമാണ്. പക്ഷെ അങ്ങ് പറയുന്നത് ഒരു IS റിക്രൂട്ട്മെന്റോ അങ്ങനെ എന്തെങ്കിലും രാജ്യത്തോ കേരളത്തിലോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് എങ്ങനെയാണ്? BJP സർക്കാരാണല്ലോ ഇപ്പൊ കുറെ നാളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം. അത് എങ്കിൽ BJP തടയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമൊന്നുമല്ല, ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് സത്യമല്ലേ? പക്ഷേ പാർലമെന്റിൽ BJPയുടെ തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് BJP സർക്കാർ തടഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. സാധനം അവിടെയുണ്ട്. BJP തടഞ്ഞിട്ടില്ലെങ്കിൽ അത് BJPയുടെ കുറ്റം. BJPക്ക് തടയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏജൻസികൾ പരാജയപ്പെട്ടു, പോലീസ് പരാജയപ്പെട്ടു, അത് വേറെ വിഷയം. പക്ഷെ ഈ സാധനമേ ഇല്ല എന്നുള്ള മട്ടിലല്ലേ നിങ്ങൾ വർത്താനം പറയുന്നത്? ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല, എല്ലാം ഹങ്കി ഡോറി, ഒരു കുഴപ്പവുമില്ല. അമ്മായി നിങ്ങളിപ്പോ പോയിക്കോളി, പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നതല്ല, കോടതിയിൽ NIA അടക്കം റിപ്പോർട്ട് കൊടുത്തതും പാർലമെന്റിൽ BJPയുടെ തന്നെ മന്ത്രി പറഞ്ഞതും ഇങ്ങനൊരു സംഭവം ഇല്ല എന്നാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ. ഞാൻ അതല്ലേ പറഞ്ഞ, അസംബ്ലിയിൽ പിണറായി വിജയനോട് ചോദിക്കുക ലഹരി മാഫിയ ഉണ്ടോ? ഇല്ലെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്. ലഹരി മാഫിയ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടോ കേരളത്തിൽ? ഇല്ല. പക്ഷെ ലഹരി മാഫിയ ഇല്ലേ, പ്രവർത്തിക്കുന്നില്ല, അവര് ഉണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ പേര് വെച്ച് കളിക്കല്ലേ. ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു, ലോക്സഭയിൽ പറഞ്ഞു. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പറയണ്ട വേണ്ട. പക്ഷെ അറിയാവുന്ന ചിലർ ഇവിടെ ഉണ്ട്, അവർ പറയും. പക്ഷെ ഈ പ്രക്രിയ നടക്കുന്നു, NIA അന്വേഷണം നടക്കുന്നു. നമ്മുടെ മുമ്പിൽ അമ്മ കരയുന്നു, എന്റെ മകള് പോയി അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്നു ജയിലില്, അവളെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊന്നും നടന്നിട്ടില്ല എന്നാണോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഇതൊക്കെ കള്ളമാണെന്നാണ് പറയുന്നത്. മഹാകഷ്ടമാണ്. കേസുകളുണ്ട്, IS റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്, ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുമുണ്ട്. അത് ശരി. എന്നിട്ടാണ് ഇനി ന്യായം പറയണത്? ഉളുപ്പുണ്ടോ?
പക്ഷേ ഈ സിനിമ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇത് വലിയൊരു സംഭവമായിട്ട് കേരളം ഇതിന്റെയൊക്കെ കേന്ദ്രമായിട്ട് ചിത്രീകരിക്കുന്നു. അവിടെയാണ് ഈ പറയുന്ന പ്രതിഷേധം കേരളത്തിൽ ഉയരുന്നത്. ഇതിന്റെ ഒരു കേന്ദ്രമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ആക്ടിവിറ്റി നടക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കേന്ദ്രമായിരുന്നില്ലേ കേരളം? ആരെങ്കിലും സമ്മതിച്ചിരുന്നോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കേരളം എന്ന് പറഞ്ഞപ്പോ? ഇല്ല, കേരളം ശാന്തമെന്നായിരുന്നു. അവസാനം എന്തായി? മുങ്ങി മണ്ണെണ്ണ മുങ്ങി. അതേ പോപ്പുലർ ഫ്രണ്ടുകാർ ട്രെയിനിന് തീ വയ്ക്കാൻ തുടങ്ങിയില്ലേ കഴിഞ്ഞ ദിവസം? ഭാഗ്യത്തിന് 4 സീറ്റേ കത്തിയുള്ളൂ. ആ ട്രെയിൻ മുഴുവൻ കത്തിയിരുന്നെങ്കിലോ? അപ്പോഴും നിങ്ങൾ പറയും ട്രെയിനൊന്നും കത്തിയിട്ടില്ല എന്ന് പറയുമോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഇതൊക്കെ എന്താണ്? നടക്കുന്ന കാര്യം നടക്കുന്നതാണ്. അതിലൊരല്പം അതിശയോക്തി കലർത്തിയ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കതിൽ അസ്വസ്ഥതയൊന്നുമില്ല. ഇതൊക്കെ ഇപ്പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഈ ആൾക്കാരെ കണ്ടിട്ടുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല. നീ ഓർക്കുകയല്ലേ? അന്നാരും ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല. സരസ്വതി എന്താ തുണിയില്ലാതെ നടക്കുകയായിരുന്നു എപ്പോഴും. MF ഹുസൈൻ സരസ്വതി നഗ്നയാക്കി വരയ്ക്കാനായിട്ട് എന്തെങ്കിലും തോന്നിയാസം കുത്തിവരച്ചിട്ട് മോഡേൺ ആക്കുന്നത് ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. കുളിക്കാൻ നേരത്ത് അവരും തുണി മാറ്റി കാണുമായിരിക്കും. പക്ഷെ എപ്പോഴും നഗ്നയായിട്ടാണോ? അതെന്താ വസ്തുതയാണോ? ആരെങ്കിലും ചോദ്യം ചെയ്തോ അതിനെ? ശരിയാണല്ലോ. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം കാണിക്കാവുന്നോ? അന്നൊക്കെ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. നാട്ടുകാരാണ് കേസ് കൊടുത്തും പണ്ടരടങ്ങിയൊക്കെ നടന്നത്. അല്ലാതെ ഈ പറഞ്ഞ നേതാക്കന്മാരെ ഒന്നും അന്ന് കണ്ടില്ല. അന്നും പിണറായി വിജയൻ വലിയ ഫിഗറാണല്ലോ കേരളത്തിൽ. ഒരക്ഷരം വേണ്ടിയോ? ഞാനൊരു പ്രത്യേക ഉമയാ. MA ബേബി അല്ലേ MF ഹുസൈൻ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്? എന്നിട്ട് ഹൈക്കോടതിയാണ് തടഞ്ഞത്, കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അത് ഈ ചിത്രത്തിന്റെ പേരിലൊന്നും അല്ല, വേറെ ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ടാണ് ആ അവാർഡ് കൊടുക്കേണ്ടത് മലയാളിക്കാണ്, മലയാളത്തിന് പുറത്തുള്ളവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അതിനൊന്നും ഒരു പ്രശ്നമല്ല. ഇതെല്ലാം മൂടി വെച്ചിട്ടുണ്ട്. വലിയ ആനമന്ത് മൂടി വെച്ചിട്ട് മലയാളി വലിയ മഹാനാണെന്നൊന്നും പറയണ്ട. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. മലയാളി സാധാരണ ഇന്ത്യക്കാരനെ പോലെ എല്ലാവിധ ദൗർബല്യങ്ങളും കൊള്ളരുതായ്മയും നല്ലതും ചീത്തയും ഒക്കെ ഉള്ളൊരു സമൂഹമാണ് മലയാളി സമൂഹം. അതോ നിന്റെയൊക്കെ മറ്റൊരുത്തുനിന്നാണ് മൂലമറ്റത്ത് കറണ്ട് കൊടുക്കുന്നത്? ഞങ്ങൾ കേരളമാണ്, ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങൾ വലിയ തേങ്ങയാണ് എന്നൊക്കെയുള്ള ക്ലെയിം ഉണ്ടല്ലോ. കൊണ്ട് എന്നെ വരട്ടാൻ വന്നാലുണ്ടല്ലോ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പരമ പുച്ഛത്തോടെയാണ് മലയാളികൾ തന്നെ കാണുന്നത്. ആ സത്യം തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. ശരി, ആ ഫ്ലോ അങ്ങ് പോയി. ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ. ഇനി സുഖമായിട്ട് ഊണ് വയ്ക്കാലോ.